ഹലോ, കൊളോൺ സ്റ്റേഷനിൽ എത്തുമ്പോഴുള്ള ഭംഗിയുള്ളൊരു കാഴ്ചയാണിത്. ജർമ്മനിയിലെ ഏറ്റവും വലിയ കത്തീഡ്രലാണിത്. കൊളോൺ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ കത്തീഡ്രലാണ്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ മുത്തശ്ശിക്കഥ കേൾക്കാറില്ലേ? അതുപോലൊരു മുത്തശ്ശിക്കഥ കത്തീഡ്രലിന്റെ നിർമ്മാണമായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിശാചു ശില്പിയുമായുള്ള ഒരു ഉടമ്പടി പ്രകാരമാണ് ഈ കത്തീഡ്രൽ പണി കഴിപ്പിച്ചതെന്ന്. എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കഥയൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ നമുക്ക് ഇന്ന് കത്തീഡ്രലും അതിന്റെ കഥയും അതുപോലെ ഷോപ്പിംഗ് സ്ട്രീറ്റും ഒക്കെ ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പൊ എല്ലാവർക്കും യൂറോപ്യൻ മെല്ലുവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്ന കത്തീഡ്രൽ 1800 ലോകത്തെ ഏറ്റവും വലിയ കത്തീഡ്രലായും എന്നാൽ ഇപ്പോൾ ലോകത്തെ 3-ാം സ്ഥാനവും യൂറോപ്പിലെ 2ാമത്തെ വലിയ കത്തീഡ്രലുമാണ്. ഡെയിലി 20,000-ത്തിലധികം ആൾക്കാരാണ് ഇവിടെ വരുന്നത്. ഇന്നും പണിതീരാതെയും പണി നടന്നുകൊണ്ടിരിക്കുന്ന ജർമ്മനിയിലെ കൊളോണിലെ ഈ കത്തീഡ്രൽ ഗോതിക് വാസ്തുവിദ്യയുടെ ഒരു സ്മാരക മാസ്റ്റർ പീസ് ആണ് തന്നെ പറയാം. ഏകദേശം 600 വർഷമാണ് ഈ കത്തീഡ്രൽ പണി കഴിപ്പിക്കാൻ എടുത്തിട്ടുള്ളത്. ഈ കത്തീഡ്രൽ കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്, ഓരോ തവണ കാണുമ്പോഴും നമ്മൾ ഇത് അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. കാരണം ഓരോ തവണയും ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലാണ് നമുക്ക് തരുന്നത്. ഇതിന്റെ മുന്നിൽ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? കത്തീഡ്രലിന്റെ മുന്നിൽ എന്താ പൂക്കള ഇട്ടതാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് അതൊന്നുമല്ല. ഇവിടെ ജർമ്മനിയിൽ ഞാൻ സമ്മർ ആകുമ്പോൾ മിക്ക സ്ഥലത്തും കാണുന്നതാണ്. ഒരാളിവിടെ ഒരു കൺട്രിയുടെ ഫ്ലാഗ് വരയ്ക്കും. ആൾക്കാർ അവരവരുടെ രാജ്യത്തിന്റെ ഫ്ലാഗിന് മുകളിൽ പൈസ വയ്ക്കും. ഈ കത്തീഡ്രലിലെ 2 ടവറുകൾക്ക് 157 മീറ്റർ ആണുള്ളത്. ഈ 2 ടവറുകളും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഏകദേശം 500-ൽ കൂടുതൽ പടികൾ കയറിയാൽ 157 മീറ്റർ ഉള്ള ഈ കത്തീഡ്രലിന്റെ ടവറിന്റെ മുകളിലെത്താം. കൊളോൺ സിറ്റിയുടെ ഒരു ടോപ്പ് വ്യൂ ആണ് അവിടെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിമണികളിൽ ഒന്ന് ഇവിടെയാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ കൊളോൺ നഗരത്തിന്റെയും ജർമ്മനിയുടെ പൈതൃകത്തിന്റെയും ആത്മാവാണ് ഈ കത്തീഡ്രൽ. ഈ കത്തീഡ്രലിൽ എപ്പോഴും വന്നു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കൊളോണിലെ വിശ്വാസപ്രകാരം ഈ കത്തീഡ്രലിന്റെ നിർമ്മാണം കഴിയുന്നതോടുകൂടി ലോകാവസാനം എന്നാണ്. ശരിക്കും ഈ കത്തീഡ്രൽ കാണുമ്പോൾ ഒരു പെൻസിൽ ഡ്രോയിങ് പോലെയില്ലേ? പ്രത്യേകിച്ച് ഈ കത്തീഡ്രലിന്റെ കളറ് കാണാൻ. ഇത് ഇഷ്ടിക കൊണ്ടോ അല്ലെങ്കിൽ നോർമൽ കല്ലുകൊണ്ടോ ഒന്നുമല്ല ഈ കത്തീഡ്രലിന്റെ നിർമ്മാണം. മണൽക്കല്ലുകളാണ്. അതായത് മഴ പെയ്യുമ്പോൾ മഴവെള്ളത്തിന്റെ pH മണൽക്കല്ലുകളുമായി പ്രവർത്തിച്ചാണ് ഇങ്ങനെ കറുത്ത കളറാകുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ പണ്ടുകാലത്ത് ഇവിടെ കൽക്കരി ഫാക്ടറിയാണ് കൂടുതലുള്ളതെന്നും അതുകൊണ്ട് കൽക്കരി ഫാക്ടറികളിൽ നിന്നുള്ള പുകയാണ് മണൽക്കല്ലുകൾക്ക് ഇങ്ങനെ കളറായി വരുന്നതെന്നും പറയപ്പെടുന്നു. കൊളോണിലെ വിശ്വാസപ്രകാരം ഈ കത്തീഡ്രലിന്റെ നിർമ്മാണം കഴിയുന്നതോടുകൂടി ലോകാവസാനം എന്നാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് എന്നും പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കത്തീഡ്രലാണെന്ന് ഇതെന്ന് പറയാം. പിശാചും ശില്പിയുമായുള്ള ഒരു ഉടമ്പടി പ്രകാരമാണ് ഈ കത്തീഡ്രൽ പണി കഴിപ്പിച്ചത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ ഉടമ്പടിയിൽ പിശാച് ശപിക്കുകയും ആര് ഈ കത്തീഡ്രൽ പൂർത്തീകരിക്കാൻ ശ്രമിച്ചാലും ലോകാവസാനമാകും എന്ന് ജർമ്മൻകാർ വിശ്വസിക്കുന്നു എന്ന് പറയപ്പെടുന്നു. നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ
ക്രിസ്മസ് ആകുമ്പോൾ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഏരിയ ആയിട്ടാണ്. കൊളോണിലെ ക്രിസ്മസ് മാർക്കറ്റും കൊളോണിലെ കാർണിവലും ഒക്കെ വളരെ പ്രശസ്തമാണ്. കത്തീഡ്രലിലെ ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഈ വഴി നേരെ പോകുന്നത് ഒരു ഷോപ്പിംഗ് ഏരിയയിലേക്കാണ്. നമ്മൾ പറയില്ലേ, ഉപ്പ് മുതൽ കർപ്പൂരം വരെ, അതുപോലെ എല്ലാ സാധനങ്ങളും ഉള്ള ഒരു ഷോപ്പിംഗ് ഏരിയ, ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണിത്. അപ്പോൾ ഈ കൊളോൺ കത്തീഡ്രലും ഇവിടുത്തെ ഷോപ്പിംഗ് ഏരിയയും മൊത്തത്തിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.